പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 22 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലോ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്കാൻ സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയരെ, ഈ ഉടമ്പടി ചില ആൾക്കാർ ഭയങ്കര കോമഡിയാണ്. എന്താണെന്നറിയാമോ? അവർ ചിലപ്പോൾ ഈ നമ്മുടെ പ്രവർത്തകരെ കാണുമ്പോൾ പറയുവേ, കൃപാസനത്തിലെ പ്രവർത്തകരെ കാണത്തില്ലേ, അപ്പോൾ പരിചയമുള്ള ഞങ്ങൾ പത്രം ഇവിടെ കൊടുത്ത് 2 തിരി കത്തിച്ചു, എന്നിട്ടും ഉടമ്പടിയുടെ ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം ചിലർ വന്ന് എന്നോട് പറയും, അച്ഛാ അവിടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ജന്മത്ത് അവിടെ കാര്യം നടക്കത്തില്ലെന്ന്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിനോട് കണക്ക് പറയണ രീതിയിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 10 പൈസ ദൈവത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് അവർക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് വേണം. ദൈവത്തെക്കാൾ ഉപരി മെറ്റീരിയലായിട്ട് തന്നെ അവർക്ക് വേണമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ബിസിനസ് റിലേഷനാണ് ചില ആൾക്കാർക്ക് ഉള്ളത്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കണം കേട്ടാ. ഈ പല ആൾക്കാർക്ക് ഈ ബിസിനസ് റിലേഷൻ ഉണ്ട്. പക്ഷെ ചിലർ കുറച്ച് ഒരു ഉടമ്പടി ആ ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ, ഈ ക്ലാസ് കേൾക്കാത്തവർക്കാണ് ഇങ്ങനെ താമസിക്കുന്നത് ഈ വിഷയങ്ങൾ. ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം ഉണ്ടാവും. ഉടമ്പടി എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ആൾക്കാരിൽ ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. കാര്യം ദൈവമാണ് അതിൻ്റെ അകത്ത് കണ്ടൻ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ. ഇപ്പം നമ്മൾ ഈ പത്രം കൊടുക്കണത് എന്തിനാ? കർത്താവിനെ അറിയാത്തത് അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. അതെങ്ങനെ ചെയ്യണത് എന്തിനാ? ദൈവസ്നേഹം ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളത്. അല്ലെങ്കിൽ അത് ടെക്നിക്കലായിട്ട് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി ടെക്നിക്കലായിട്ട് പോകും, ആ ബിസിനസ്സായിട്ട് പോകും. ആ ബിസിനസ്സായിട്ട് ചെയ്താലും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർ ഇപ്പം ഒത്തിരി പേര് നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും പാവത്തങ്ങളും ഉണ്ട്. അവരൊക്കെ ഉടമ്പടി അങ്ങനെ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉടമ്പടി വലിയ പ്രയോക്താക്കളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കൃപാസനം പൂട്ടിയാലും അവർ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ സത്യസന്ധമായ ഒരു സുവിശേഷ പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിലർക്ക് ഇതിലൂടെ ദൈവത്തെ അവരുടെ ജീവിത ആവശ്യത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അപ്പോൾ അതായത് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാമല്ല. അതായത് ഇപ്പം നമ്മുടെ കരിസ്മാറ്റിക് കാലഘട്ടങ്ങളിലെ ഉണ്ടായതിനേക്കാളും പ്രസൻസ്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മുടെ കൂടെ ഇന്ന് ഒരു നിരീശ്വരവാദിയായ കുട്ടി, ഇന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണ സമയം എന്ന് പറഞ്ഞത് തിങ്കളാഴ്ച ആണ്, മറ്റന്നാളത്തെയാണിത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. ഇപ്പോൾ ഇന്നൊരു നിരീശ്വരവാദിയ പെൺകുട്ടി, അവളെന്താ നിരീശ്വരവാദിയായത്? അവൾ പറയണ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണവും ഇല്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു, എനിക്ക് സമാധാനമില്ല, പിന്നെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ കൂടെ ദൈവം ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനെന്തിനാണ് വിശ്വസിക്കണത് എന്നുള്ള രീതിയിൽ വെറുപ്പും ദൈവത്തോട് ദൈവം എന്നുള്ള ആശയത്തോട് തന്നെ അവർക്ക് അരിശമാണ്. അങ്ങനെയാണ്. പക്ഷേ അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ അമ്മ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ പറയാതിരുന്നൊരു രോഗം അവൾ സമൂഹത്തിൽ
അതിൻ്റെ പേരിൽ ആക്ഷേപം മേടിച്ചിരുന്ന രോഗം പെട്ടെന്ന് മാറി. അതങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടി അത് വെച്ചിട്ടുണ്ട്, ഇവളുടെ കാര്യം ഇവളറിയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് മനസ്സിലപ്പോൾ ഇവൾക്ക് തോന്നി എന്നാൽ ഞാനും കൂടി ഇപ്പോൾ ഉടമ്പെടുക്കാമെന്ന്. പക്ഷെ ഉടമ്പെടുക്കുമ്പോൾ ഇവൾ തിരികെത്തിക്കുമ്പോൾ ആരോ പുറകിൽ നിൽക്കും. ഇത് പല പ്രാവശ്യമായപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ തിരികെത്തിക്കുമ്പോൾ ഏതോ ഒരു നിഴല് പുറകെ നിൽക്കുന്ന എനിക്ക് നല്ല ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും അത് മാതാവ് അടിയെന്ന് പറയും. അപ്പം ഇവർക്ക് സുഗന്ധാഭിഷേകം വരും. അതായത് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കൃപാസനത്തിലോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ വരാത്തതിൻ്റെ കാരണം ഇത് ചില കാര്യങ്ങൾ ലോജിക്കല്ലാത്തത് കൊണ്ടാണെന്ന്. അത് ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അവർക്കിപ്പോൾ ജീവിതാനുഭവം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവർ ഡോക്ടറേറ്റ് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ 8 കൊല്ലം കിട്ടാതെ ഡോക്ടറേറ്റ് ഒറ്റ ഉടമ്പടി കൊണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. പക്ഷേ അതല്ല അവർ പറയണത്, കൃപാസനത്തിലെ ചില കാര്യങ്ങൾ ലോജിക്കല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മൾ ലോജിക്കും കൊണ്ടിരിക്കുന്നവർക്ക് ചില സമയത്ത് അത് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യത്തിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ടാഞ്ചിബിളല്ലേ, നമുക്ക് ദൈവത്തെ തൊടാവുന്ന രീതിയിലാണ് ഉടമ്പടിയുടെ എല്ലാ വർക്കൗട്ടിങ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ സഹോദരങ്ങളെ കണക്ക് കൂട്ടി, ഇപ്പം കർത്താവ് തന്നെ ഇതിനിങ്ങനെ ഒരു നിലപാട് തന്നെ ദൈവത്തോട് കണക്ക് പറയുന്ന ആൾക്കാരോട്, അവരാണ് ഈ ഉടമ്പടി ഗതി പിടിക്കാൻ കിടക്കണത്. ആ ഒരു മനോഭാവമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. ലൂക്കാ 6:35 തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായി. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന അത്രയും തന്നെ തിരിച്ച് കിട്ടണമെന്നുള്ള രീതിയിലുള്ള ബിസിനസ് റിലേഷൻ ആണെങ്കിൽ കർത്താവിൻ്റെ മനസ്സിരിപ്പ് വേറെയാണ്. എന്താ കാര്യം, ചില കാര്യത്തിന് നമുക്ക് റീഫണ്ടബിൾ അല്ല, തിരിച്ചതുപോലെ കിട്ടത്തില്ല. അപ്പോഴെന്താ സംഭവം, അത് കിട്ടത്തേയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ്. അപ്പം ചെറിയ പ്രതിഫലമല്ല. നീ ചോദിച്ചത് ചിലപ്പോൾ ഒരു ജപ്തി നടപടി മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ചിലപ്പോൾ ദൈവം അതിനേക്കാൾ വരിക നിത്യത വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈശോ. ചില ഉത്തരവ് എന്താണ്, പ്രാർത്ഥന കേട്ടില്ലെന്നല്ല, അത് വിഡ്ഢികളാണ് അങ്ങനെ പറയണം. ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പിന്നെ എന്താ, അത് നിത്യതയിലാണ് റീഫണ്ട്, അതാണ് പ്രതിഫലം വലുതായിരിക്കും എന്ന് പറയണത്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉടമ്പെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ഒരു അവസരമാണ്. അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇനി ഉടമ്പടി നിന്ന് അകപ്പഴ നിർത്താമെന്ന് വിചാരിച്ചാൽ നിന്ന് പോയെന്ന് കഷ്ടപ്പെട്ട. ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ, റോഡ് മുഴുവൻ പണിയാണ്. കൃപാസനത്തിൽ വരണമെങ്കിൽ 2-3 ബ്ലോക്കൊക്കെ എല്ലാം കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ബ്ലോക്കെല്ലാം കുറച്ചിപ്പോൾ മാറും. പക്ഷേ അന്ന് നിങ്ങൾ വന്നിട്ട് ഇന്ന് വന്ന പോലെ അല്ല. ഇന്ന് കഷ്ടപ്പെട്ട് വരുമ്പോൾ കർത്താവ് നിങ്ങളെ കഷ്ടപ്പാട് മനസ്സിലാക്കും. നാളെ നിങ്ങൾ ഈസി ആകുമ്പോൾ വരാതിരിക്കുകയും അപ്പോൾ അനുഗ്രഹം ഈസി ആയിരിക്കത്തില്ല ചിലപ്പോൾ. അതുകൊണ്ട് ബുദ്ധി വേണം ഇതിനൊക്കെ ഒരു ശരിക്കും. ഇപ്പം നല്ല ഒരു സമയത്ത് കർത്താവിനെ ഞങ്ങളത് നിങ്ങളോട് പറയണതേ, ഇത് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ പകുതിയൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ, അത്രേ പറയാൻ പറ്റണുള്ളൂ. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും ഇതേ ദൈവാനുഭവത്തിലേക്ക് വരണം, അനുഗ്രഹത്തെക്കാൾ ഉപരി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും